കെ ശൈലജയെ തോൽപ്പിച്ചതോടുകൂടി അവരുടെ ആ ഒരു എന്താ പറയുക ദേഷ്യം എന്നുള്ളത് ഒരു വെറുപ്പായിട്ടോ പകയായിട്ടോ ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ മെനഞ്ഞാന്ന് രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അതിനൊരു പശ്ചാത്തലമുണ്ട് ആ സംഭവം, അത് പിന്നെ നമുക്ക് പറയാം. ഷാഫി പറമ്പിലിന്റെ മർദ്ദനമേറ്റതിന് ശേഷമുള്ള ആ ദൃശ്യങ്ങൾ, ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങൾ വന്ന സമയം തൊട്ട് അന്ന് മാധ്യമങ്ങൾ വാർത്തയാക്കി, മാധ്യമങ്ങൾ പല നേതാക്കളുടെയും പ്രതികരണങ്ങളൊക്കെ എടുക്കുമ്പോൾ ഈ ഡിവൈഎഫ്ഐയുടെ ഒക്കെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ആദ്യം പറഞ്ഞത് ഇത് മഷിക്കുപ്പി പ്രയോഗമാണ്. നേരത്തെ നമുക്കറിയാം ഒരു KSUവിന്റെ പ്രകടനവുമായി ബന്ധപ്പെട്ട അത്തരമൊരു ആരോപണം വരികയും അവരെ കളിയാക്കുകയും ഒക്കെ ചെയ്തൊരു സംഭവമാണ് മഷിക്കുപ്പി. കാരണം മഷി പൊതിഞ്ഞുകൊണ്ട് നടന്നിട്ട് അത് രക്തമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എടുത്തൊഴിക്കുക, അതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ ആദ്യം പറഞ്ഞാണ് നടത്തി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്ത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തത്. അവിടെ അവരുടെ മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നു. അതേപോലെ മൂക്കിന്റെ 2 പാലത്തിനും ഇടതും വലതും പാലത്തിന് പൊട്ടലുണ്ട്, ഇടതു പാലത്തിന് ഡിസ്ലൊക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്, സർജറി ആവശ്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരടുത്തത് സർജറിയൊക്കെ കഴിഞ്ഞ് ഇത് അതിന്റെ പോസും ചിത്രങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇതെന്ത് പറ്റി, ഈ താടിയും മുടിയും വടിക്കാതുള്ള സർജറിയാണല്ലോ, ഇത് എന്തൊരു സർജറിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശുപത്രിയെ പോലും അപഹസിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു. പിന്നീട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഡിവൈഎഫ്ഐയുടെ നേതാവായ SK സജീഷ്. അദ്ദേഹം സാമാന്യം ബോധമുള്ള ഒരാളാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അദ്ദേഹം ഇന്നലെ പുതിയൊരു ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ട്. ഈ പറയുന്ന പോലീസിനിടയിലേക്ക് കോൺഗ്രസിന്റെ പ്രവർത്തകരാരാണ്ട് ഒരു സ്ഫോടക വസ്തു എറിഞ്ഞു, ആ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് ഷാഫി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്ക് പറ്റിയതെന്നാണ്. അത്തരം ഒരു ആരോപണം ഇതുവരെ പോലീസിന് പോലുമില്ല എന്നുള്ളതാണ്.